Hi students, welcome to my YouTube channel. So, in the class, we will discuss the method of finding the feasible solution of a transportation problem, that is northwest corner rule. First method, northwest corner method. Through an example. We consider a transportation problem with three sources A, B, C and 4 destination or 4 demand points 1, 2, 3 and 4. The availability in the supply points are 40, 60, 50 respectively, and the requirements are 20, 30, 50, 50 respectively, and this table shows the data including the unit cost of transportation. Find the minimum cost of transportation. Find the corner method. So, this is our question. Here we have given a transportation problem with three sources A, B, C. Here three sources are given A, B, C and 4 destinations are given 1, 2, 3 and 4. And it is given that the last column the availability of the item in source A 40 units and the availability of item in source B is 60 units and the availability of item in source C is and the availability of item in source C is 50 units. And ഇവിടെ നമുക്ക് ലാസ്റ്റ് റോയിൽ തന്നിരിക്കുന്നത് the requirement or demand of item in each destination, അതായത് ഡെസ്റ്റിനേഷൻ 1 ഈ ഐറ്റം 20 യൂണിറ്റ്സ് ആവശ്യമുണ്ട്. അതുപോലെ the requirement of item in destination 2 is 30 units. Also the requirement of item in destination 3 is 50 units and the requirement of item in destination 4 is 50 units. So these are the given condition, and also it is given that ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നതെല്ലാം unit cost of transportation of each item. സോഴ്സ് എയിൽ നിന്നും ഡെസ്റ്റിനേഷൻ 1 ഈ ഐറ്റത്തിൻ്റെ ഒരു യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വരുന്ന കോസ്റ്റ് ആണ് 4. അതുപോലെ സോഴ്സ് എയിൽ നിന്ന് ഡെസ്റ്റിനേഷൻ 2 ഈ ഐറ്റത്തിൻ്റെ ഒരു യൂണിറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വരുന്ന കോസ്റ്റ് 6 ആണ്. സോഴ്സ് എയിൽ നിന്നും ഡെസ്റ്റിനേഷൻ 3 the unit cost of transportation വരുന്നത് 8 ആണ്. സോഴ്സ് എയിൽ നിന്നും ഡെസ്റ്റിനേഷൻ 4 the unit cost of transportation is 8 rupees. ഇതുപോലെ തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബി എന്ന് പറയുന്ന സോഴ്സിൽ നിന്നും ഒരു ഐറ്റം ഈ ഓരോ ഡെസ്റ്റിനേഷൻസിലോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് 6 റുപ്പീസ് 8 റുപ്പീസ് 6 റുപ്പീസ് 7 റുപ്പീസാണ് വരുന്നത്, ചാർജ് ചെയ്യുന്നത്. അതുപോലെ സോഴ്സ് സിയിൽ നിന്നും ഈ 4 ഡെസ്റ്റിനേഷൻസിലോട്ടും ഒരു യൂണിറ്റ് ഐറ്റം ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വരുന്ന കോസ്റ്റ് ആണ് 5 റുപ്പീസ് 7 റുപ്പീസ് 6 റുപ്പീസ് ആൻഡ് 8 റുപ്പീസ്. നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് ഫൈൻഡ് ദ ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ദിസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഓർ ഒപ്റ്റിമൈസ് ദിസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ദാറ്റ് മീൻസ് വി വോണ്ട് ടു ഫൈൻഡ് ദ മിനിമം കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അത് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ ഫൈൻഡ് ചെയ്യണം എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ഇത് ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്നാണ്. ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം തരുമ്പോൾ ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് വെദർ ദ പ്രോബ്ലം ഈസ് ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ്. അപ്പോൾ ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ചെക്ക് ദ ടോട്ടൽ സപ്ലൈ ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ്. ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡും ഈക്വൽ ആണെങ്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ബാലൻസ്ഡ് ആണ്. ഓക്കെ, അതർവൈസ് ഇറ്റ് ഈസ് അൺബാലൻസ്ഡ്. ഇനി ബാലൻസ്ഡ് ആണെങ്കിൽ ഇനി എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഇൻ എ ബാലൻസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഐഡൻറ്റിഫൈ ദ നോർത്ത് വെസ്റ്റ് കോർണർ ഓർ ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് കോർണർ വേർ അലോക്കേഷൻ ക്യാൻ ബി മെയ്ഡ്. സോ അപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം തരുമ്പോൾ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ വെച്ചിട്ട് ചെയ്യാനായിട്ട് ആദ്യം അത് ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ബാലൻസ്ഡ് ആണെങ്കിൽ അതിൻ്റെ ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് കോർണർ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് കോർണറിലുള്ള സെല്ല് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. അവിടെയാണ് നമ്മൾ അലോക്കേഷൻ കൊടുക്കാൻ പോകുന്നത്. ദാറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് അലോക്കേഷൻ കൊടുക്കേണ്ട സെല്ല് നമ്മൾ ഫൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ അലോക്കേഷൻ കൊടുക്കേണ്ട പൊസിഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ സപ്ലൈ ആൻഡ് റിക്വയർഡ് ഡിമാൻഡ്. ഓക്കെ, ഫൈൻഡ് ദ അവൈലബിൾ സപ്ലൈ ആൻഡ് റിക്വയർഡ് ഡിമാൻഡ്. അടുത്ത് ചെയ്യുന്നത് ആ സെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സപ്ലൈ നോക്കുക, ഡിമാൻഡ് നോക്കുക. എന്നിട്ട് അലോക്കേറ്റ് ദ മിനിമം ഓഫ് ദ 2 വാല്യൂസ്. എന്നിട്ട് അവിടെ ആ സപ്ലൈയിലും ഡിമാൻഡിലും വരുന്ന മിനിമം വാല്യൂ ഏതാണെന്ന് ചൂസ് ചെയ്യുക. അത് നമ്മൾ അലോക്കേഷൻ ചെയ്യേണ്ട സെല്ലിൽ അലോക്കേറ്റ് ചെയ്യുക.
ഓക്കെ, ഇപ്പോഴാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം കേട്ടോ. സോ അപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം കിട്ടിയാൽ അത് സോൾവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വി വോണ്ട് ടു ചെക്ക് വെദർ ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ്. ആദ്യം ഇത് ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ നോക്കുക. സോ അപ്പോൾ ബാലൻസ്ഡ് ആണെങ്കിൽ അത് ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ ഇതാണ്. ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണെങ്കിൽ ചെക്ക് ചെയ്യുക ടോട്ടൽ സപ്ലൈ ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ്. ടോട്ടൽ സപ്ലൈ ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ് ആണോ എന്ന് നോക്കുക. ടോട്ടൽ സപ്ലൈ ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ്. ഇതാണെങ്കിൽ തന്നിരിക്കുന്നത് ബാലൻസ്ഡ് ആണ്, അതർവൈസ് ഇറ്റ് ഈസ് അൺബാലൻസ്. നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ സപ്ലൈ പോയിൻറ്റ്സ് വന്നിരുന്നത് അല്ലേ. ഇതാണ് സപ്ലൈ വന്നിരുന്നത്. എൻ്റെ സപ്ലൈയുടെ ടോട്ടൽ എന്ത് വന്നു നമുക്ക് വരുന്നത് 150 ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഡിമാൻഡ് ഇതാണ് വന്നിരുന്നത്. ഡിമാൻഡ് ലാസ്റ്റ് റോ ആണ് വന്നിരുന്നത്. ഡിമാൻഡ് എന്ത് വന്നു, ടോട്ടൽ ഡിമാൻഡ് വരുന്നത് അതും എത്രയാണ് വരുന്നത് 150 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ടോട്ടൽ സപ്ലൈ ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ്. സോ ദിസ് ഈസ് എ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണെങ്കിൽ ഇതിൻ്റെ ഫീസിബിൾ സൊല്യൂഷൻ ബൈ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. സോ ഒരു ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണെങ്കിൽ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ദ നോർത്ത് വെസ്റ്റ് കോർണർ ഓർ ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് കോർണർ വെർ അലോക്കേഷൻ ക്യാൻ ബി മെയ്ഡ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഇതിലെ നോർത്ത് വെസ്റ്റ് കോർണർ സെല്ല് ഏതാണെന്ന് നോക്കുക. അല്ലെങ്കിൽ ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് കോർണർ സെല്ല് വരുന്നത് 4 ആണല്ലോ അല്ലേ. ആ 4ലാണ് അലോക്കേഷൻ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 4ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സപ്ലൈ നോക്കാം, ഡിമാൻഡും നോക്കാം. അതിൽ ഇവിടെ നോക്കാം, സപ്ലൈ വരുന്നത് 40യും ഡിമാൻഡ് വരുന്നത് 20യാണ്. അതിൽ മിനിമം പോയിന്റ് ചൂസ് ചെയ്യുക, മിനിമം പോയിന്റ് ഈ സെല്ലിൽ അലോക്കേറ്റ് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ ഇവിടെ മിനിമം പോയിന്റ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ആ 20 ഞാനിവിടെ അലോക്കേറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ദ ഡിമാൻഡ് ഓഫ് ദ ഫസ്റ്റ് പോയിന്റ് ഈസ് മെറ്റ്. ഫസ്റ്റ് പോയിന്റിൻ്റെ ഡിമാൻഡ് ഇവിടെ കംപ്ലീറ്റ് മെറ്റ് ചെയ്തു, കംപ്ലീറ്റ് അവരുടെ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്തു. സോ അപ്പോൾ എന്ത് ചെയ്യുക, ഈ കോളം ഒന്ന് ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്കുക. ഓക്കെ, ഈ കോളം ഒരു വെർട്ടിക്കൽ ലൈൻ വെച്ചിട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നത്, സോ അപ്പോൾ ഇത് സോഴ്സ് എ ആയിരുന്നു അല്ലേ. സോ അപ്പോൾ ഈ സോഴ്സ് എയിലെ 20 യൂണിറ്റ്സ് നമ്മളിവിടെ കൊടുത്തു. ഓക്കെ, അവർ സപ്ലൈ ചെയ്യുന്ന ഐറ്റത്തിൻ്റെ 20 യൂണിറ്റ്സ് ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ അവർ സപ്ലൈ ചെയ്തു. ബാക്കി അവർക്കിനി ബാലൻസ് എത്രയുണ്ട്, ബാലൻസ് 40 - 20 ഈക്വൽ ടു 20 ആണ് ഇനി അവരുടെ കയ്യിൽ വരുന്ന സപ്ലൈ. എന്ന് പറയുന്ന സോഴ്സിൽ വരുന്ന ഐറ്റത്തിൻ്റെ ടോട്ടൽ സപ്ലൈ ബാലൻസ് വരുന്നത് 20 ആണ്. അതിങ്ങനെ റെഡ്യൂസ് ചെയ്ത് 20 ആക്കി. ഇനി അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞോട്ടെ. ഇനി സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ടിൽ ഓൾ ദി സപ്ലൈസ് ആർ യൂസ്ഡ്. ഇതിൻ്റെ എല്ലാ സപ്ലൈസും യൂസ് ചെയ്യുന്നത് വരെ ഈ സ്റ്റെപ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പിൽ തോന്നുന്നത് അടുത്ത നെക്സ്റ്റ് നോർത്ത് വെസ്റ്റ് കോർണർ സെൽ ഓർ ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് കോർണർ സെൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. നമുക്കറിയാം അടുത്ത് വരുന്ന ഏതാണ്, 6 അല്ലേ വരുന്നത്. ആ 6ലാണ് അപ്പോൾ അലോക്കേഷൻ കൊടുക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ട് 6ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റോയിൽ വരുന്ന സപ്ലൈ നോക്കുക, അതിൻ്റെ കോളത്തിൽ വരുന്ന ഡിമാൻഡ് നോക്കുക. കണ്ടോ, ഈ റോയിൽ 6ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സപ്ലൈ എന്ന് പറയുന്നത് 20 യൂണിറ്റ്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത് 30 യൂണിറ്റ്സും ആണ്. അതിൽ എന്ത് ചെയ്യുക, മിനിമം വാല്യൂ ചൂസ് ചെയ്യുക. മിനിമം വാല്യൂ എത്ര വരുന്നത്, 20 അല്ലേ വരുന്നത്. 20 ഈ സെല്ലിൽ അലോക്കേറ്റ് ചെയ്തു. ഓക്കെ, സോ അപ്പോൾ ഇവിടുത്തെ മിനിമം വാല്യൂ സപ്ലൈയിലും ഡിമാൻഡിൽ വെച്ചിട്ട് മിനിമം വാല്യൂ ഞാനിവിടെ അലോക്കേറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ സോഴ്സ് ഏരിയ സപ്ലൈ കംപ്ലീറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ എന്ത് ചെയ്യുക, ആ റോ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയുക ബൈ എ ഹൊറിസോണ്ടൽ ലൈൻ. സോ അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വെച്ചിട്ട് ആ റോ അങ്ങ് ക്യാൻസൽ ചെയ്തു. ഇനി ഇവിടെ നോക്കിയത് ഡെസ്റ്റിനേഷൻ 2 ആയിരുന്നല്ലോ. ആ ഡെസ്റ്റിനേഷൻ 2ൽ 20 യൂണിറ്റ്സ് ആണ് ഞാനിപ്പോൾ സപ്ലൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ അവരുടെ റിക്വയർമെൻറ്റ് 30 യൂണിറ്റ്സ് ആയിരുന്നു. അപ്പോൾ ബാലൻസ് അവർക്ക് 10 യൂണിറ്റ്സും കൂടി നമ്മൾ സപ്ലൈ ചെയ്യണം. സോ അപ്പോൾ അതിവിടെ എടുത്തെഴുതിയേക്കുക. ഇവർക്കിപ്പോൾ 20 യൂണിറ്റ്സ് ഞാൻ സപ്ലൈ ചെയ്തു. അപ്പോൾ ബാലൻസ് വരുന്നത് 30 - 20 ഈക്വൽ ടു 10 യൂണിറ്റ്സ് കൂടി ഇനി അവർക്ക് ഞാൻ സപ്ലൈ ചെയ്യണം. Therefore, the demand in the second destination point reduces to 10. ഓക്കെ, ഇതാണ് അടുത്ത സ്റ്റെപ്പിൽ വരുന്നത്. ഇനി നിങ്ങൾ അടുത്ത് നോക്കുന്നത് ഐഡൻറ്റിഫൈ ദ നെക്സ്റ്റ് നോർത്ത് വെസ്റ്റ് കോർണർ സെൽ ഓർ ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് കോർണർ സെൽ. ഇനി വരുന്ന ഏതാ, ഈ റോ ക്യാൻസൽ ആയിപ്പോയി, കോളം ക്യാൻസൽ ആയിപ്പോയി. സോ അപ്പോൾ ബാക്കി വരുന്നതിൽ
ബാക്കി വരുന്ന സെൽസ് ഇതാണ് അല്ലേ. അതിൽ നോർത്ത് വെസ്റ്റ് കോർണർ സെൽ ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് കോർണർ സെൽ ഐഡൻറ്റിഫൈ ചെയ്യുക. അത് 8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെല്ലാണല്ലോ. ഇനി എന്ത് ചെയ്യുക, അപ്പോൾ അവിടെയാണ് അലോക്കേഷൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അലോക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സപ്ലൈ നോക്കുക, സപ്ലൈ പോയിന്റ് 60. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡിമാൻഡ് നോക്കുക, ഡിമാൻഡ് പോയിന്റ് ഈസ് നൗ 10 അല്ലേ. ഇനി എന്ത് ചെയ്യുക, അതിൽ മിനിമം ചൂസ് ചെയ്യുക. മിനിമം വരുന്ന 10 ആണല്ലോ. ആ മിനിമം ഇവിടെ ഈ സെല്ലിൽ അലോക്കേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ആ 10 വരുന്ന ഏതാണോ ഇവിടെ അലോക്കേഷൻ കൊടുത്തത് ആ വാല്യൂ വരുന്ന റോ ആണോ കോളം ആണോ നോക്കുക, അതങ്ങ് ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പോൾ 10 വരുന്നത് ഈ കോളത്തിലാണ്, ആ കോളം അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഡെസ്റ്റിനേഷൻ പോയിന്റ് 2, സെക്കൻഡ് ഡെസ്റ്റിനേഷൻ പോയിന്റിൽ ടോട്ടൽ റിക്വയർമെൻറ്റ് വന്നിരുന്നത് 30 ആണ്. ഓക്കെ, അവരുടെ റിക്വയർമെൻറ്റ് നമ്മൾ ഫുൾഫിൽ ചെയ്തു, അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് ഇൻ ഡെസ്റ്റിനേഷൻ 2 ഈസ് മെറ്റ് കംപ്ലീറ്റ്ലി. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക, ഇത് സോഴ്സ് ബി ആയിരുന്നു അല്ലേ. ഈ സോഴ്സ് ബിയിലെ 10 യൂണിറ്റ്സ് നമ്മൾ സെക്കൻഡ് ഡെസ്റ്റിനേഷൻസിലോട്ട് സപ്ലൈ ചെയ്തു. ഇനി സോഴ്സ് ബിയിൽ ബാലൻസ് എത്ര യൂണിറ്റ്സ് ഉണ്ട്, അപ്പോൾ 60 മൈനസ് 10 ഈക്വൽ ടു, ഇനി 50 യൂണിറ്റ്സ് സോഴ്സ് ബിയിൽ ബാലൻസ് സപ്ലൈ വരുന്നുണ്ട് ഐറ്റത്തിൻ്റെ. ഓക്കെ, സോ അപ്പോൾ അത് ദ അവൈലബിൾ സപ്ലൈ ഇൻ ദ സെക്കൻഡ് സോഴ്സ് റെഡ്യൂസസ് ടു 50. ഇനി നെക്സ്റ്റ് നോർത്ത് വെസ്റ്റ് കോർണർ സെൽ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതിവിടെ 6 ആണ്. ഈ സെല്ലിലാണ് ഇനി അലോക്കേഷൻ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഫോർ ദിസ് വി ഐഡൻറ്റിഫൈ ദ സപ്ലൈ പോയിന്റ്, ഡിമാൻഡ് പോയിന്റ്. ദ സപ്ലൈ പോയിന്റ് ഈസ് 50 യൂണിറ്റ്സ് ആൻഡ് ദ ഡിമാൻഡ് പോയിന്റ് ഈസ് ഓൾസോ 50 യൂണിറ്റ്സ് അല്ലേ. സപ്ലൈ പോയിന്റ്സും ഡിമാൻഡ് പോയിന്റ്സും 50 യൂണിറ്റ്സ് ആയിട്ടാണ് വരുന്നതിൽ. അതിൽ മിനിമം ആണ് ചൂസ് ചെയ്യേണ്ടത്, രണ്ടും 50 തന്നെയല്ലേ. സോ അപ്പോൾ 50 നമ്മൾ ഇവിടെ അലോക്കേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ആ 50 വരുന്ന റോ ആണോ കോളാണോ അതൊന്നും ക്യാൻസൽ ചെയ്യുക. 50 റോയിലും വരുന്നുണ്ട്, കോളത്തിലും വരുന്നുണ്ട്. സോ ക്യാൻസൽഡ് ഔട്ട് ദ റോ, സെക്കൻഡ് റോ ആൻഡ് ദ തേർഡ് കോളം. ഓക്കെ, സോ അപ്പോൾ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ആ റോയും കോളവും ക്യാൻസൽ ചെയ്തു. ദാറ്റ് മീൻസ് സോഴ്സ് ബിയിലെ 60 യൂണിറ്റ്സും നമ്മളിപ്പോൾ ഇവിടെ സപ്ലൈ ചെയ്തു അല്ലേ. സോഴ്സ് ബിയിലെ 60 യൂണിറ്റ്സും സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ 3യിലുള്ള റിക്വയർമെൻറ്റ് ഇവിടെ ഫുൾഫിൽ ചെയ്തു. Supply in row 2 is exhausted and the demand in the third column is entirely met. നോർത്ത് വെസ്റ്റ് കോർണർ സെല്ല് ഏതാണ്, അത് ഈ ഒരു സെല്ല് മാത്രമുള്ളല്ലോ ഇനി ബാലൻസ്ഡ് ആയിട്ട്. സോ അപ്പോൾ ഈ സെല്ലിലാണ് ഇനി അലോക്കേഷൻ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആ സെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സപ്ലൈ പോയിന്റ് ഇസ് 50 ആൻഡ് ദ ഡിമാൻഡ് പോയിന്റ് ഇസ് 50. രണ്ട് 50-50 ആണ് വരുന്നത്. സോ ഹിയർ വി അലോക്കേറ്റ് 50. സോ അപ്പോൾ ഈ 50 നമ്മളിവിടെ അലോക്കേറ്റ് ചെയ്തു. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. 50 അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഓക്കെ, സോ അപ്പോൾ ഇവിടുത്തെ അലോക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഹിയർ വി മേക്ക് ദ അലോക്കേഷൻ ആൻഡ് ഒബ്സർവ് ദാറ്റ് ഓൾ അലോക്കേഷൻസ് ഹാവ് ബീൻ മെയ്ഡ്. The supplies from all the rows are used and the requirements of all columns have been completely met അല്ലേ. അല്ല, അപ്പോൾ ഓരോ 3 സോഴ്സ് ഉണ്ടായിരുന്നു, 3 സോഴ്സിലെയും സപ്ലൈ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തു. അതുപോലെ 4 ഡെസ്റ്റിനേഷൻ പോയിന്റ്സ് ഉണ്ടായിരുന്നു, 4 ഡെസ്റ്റിനേഷൻ പോയിന്റ്സിൽ ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ വി ഒബ്സർവ് ദാറ്റ് വി ഹാവ് മെയ്ഡ് 5 അലോക്കേഷൻസ്. നമുക്കപ്പോൾ എത്ര അലോക്കേഷൻസ് കിട്ടിയിട്ടുണ്ട്, 1 2 3 4 5, 5 അലോക്കേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദ ടോട്ടൽ കോസ്റ്റിന് ഫൈൻഡ് ചെയ്യാൻ പോവുകയാണ്. ദെർഫോർ ദ ടോട്ടൽ കോസ്റ്റ് ഈസ് എന്ത് ചെയ്യുക, അലോക്കേഷൻസ് ഇൻറ്റു കോസ്റ്റ്. ഓക്കെ, നമ്മൾ അലോക്കേറ്റ് ചെയ്ത വാല്യൂ ഇൻറ്റു കോസ്റ്റ് ചെയ്യുക. സോ അപ്പോൾ എന്ത് വന്നു, 20 × 4 പ്ലസ് ഇവിടെ ഉണ്ട് അലോക്കേഷൻ 20 × 6 പ്ലസ് 10 × 8 പ്ലസ് 50 × 6 plus 50 × 8. So finally we get this is equal to 980. So this is the feasible solution of this transportation problem by northwest corner rule. സോ ദ കോൺസെപ്റ്റ് ഓഫ് നോർത്ത് വെസ്റ്റ് കോർണർ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. നമുക്ക് ഇതിൻ്റെ കൂടുതൽ വീഡിയോസായിട്ട് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾസോ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.